ചിറയൻകീഴിൽ വലിയൊരു ഒരു പുതിയ ഒരു മുഖത്തെ രംഗത്തിറക്കിയാൽ പോലും, അതായത് ഈ പ്രദേശത്ത് പുതിയതായി മത്സരിക്കാനാകുന്ന ഒരു മുഖത്തെ രംഗത്തിറക്കിയാൽ പോലും അതിശയിക്കരുത് എന്നുള്ളതാണ് ചില കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. അതിൽ ഒന്ന്, രമ്യ ഹരിദാസിനെ ഒരു പക്ഷേ ചിറയൻകീഴിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ആലോചന പോലും കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം ആയിട്ട് പറയുന്നത്, രമ്യ ഒരു വനിത ഈ മണ്ഡലത്തിൽ, ഈ ജില്ലയിൽ ഒരു വനിതയെ കൊണ്ടുവരണം. ഒപ്പം തന്നെ രമ്യ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ശശി മാറുകയാണ് എങ്കിൽ, പുതിയ സ്ഥാനാർത്ഥി വരികയാണ് എങ്കിൽ, LDFിൻ്റെ പുതിയ സ്ഥാനാർത്ഥിയാണ് എങ്കിൽ രമ്യയ്ക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ കൂടിയ ഒരു ആലോചന കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അതല്ല, ഈ നിലവിലുള്ള ഈ അനൂപ് തന്നെ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലും കോൺഗ്രസിനുള്ളിൽ ചില ചർച്ചകൾ നടക്കുന്നു. ഒരു പക്ഷേ അനൂപിനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെ രമ്യയെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളും ചർച്ചകളും സജീവമായി തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യം, ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും വലിയ ചർച്ചകൾ വേണ്ടിവരും. GS ആശാനാഥാണ് കഴിഞ്ഞ 2 തവണയും BJPക്ക് വേണ്ടി ഇവിടെ നല്ല പ്രകടനം കാഴ്ചവെച്ച സ്ഥാനാർത്ഥി. പക്ഷേ ആശാനാഥ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറായ സാഹചര്യത്തിൽ ഇവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ 3 പുതിയ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തിറങ്ങാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഈ ചിറയൻകീഴാകാനുള്ള സാധ്യത ഏറെയാണ്.